ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. ഏഴു സ്വരങ്ങളിൽ ഒരു ഗാനം, ഏഴു സുഖങ്ങളിൽ ഒരു രാഗം, ഏഴു ദിനങ്ങളിൽ ഒരു വാരം, ഏഴു നിറങ്ങളിൽ മഴവില്ല. മണിത്തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞു മാലാകയായി കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകാരി ചെയ്തോര കാഴ്ചയായി ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം. താഴ്വര മണിത്തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞു നീ മാലാകയായി കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകാരി ചെയ്തോര കാഴ്ചയായി ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം. പൂവിളിത്തേനും ചുണ്ടുകളും പിന്നെ അഞ്ജന കണ്ണുകളും കണ്ടത്തിലണിഞ്ഞ പൂമാലയും പിന്നെ പ്രേമ കാവ്യം രചിച്ചു. പൂവിളിത്തേനൂർ ചുണ്ടുകളും പിന്നെ അഞ്ജന കണ്ണുകളും കണ്ടത്തിലണിഞ്ഞ പൂമാലയും പിന്നെ പ്രേമ കാവ്യം രചിച്ചു. ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളിയും ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളിയും. താഴ്വരമണിത്തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞു നീ മാലാകയായി കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകാരി ചെയ്തോര കാഴ്ചയായി ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം. കല്യാണപ്പന്തലിൽ വീണ വീണ്ടുവാൻ നവവധുവായി വരില്ലേ. കന്യക കുടികൊള്ളും കടമ്പിൽ പൊഞ്ചോലയിൽ നോമ്പ് നോറ്റില്ലേ. കല്യാണപ്പന്തലിൽ വീണ വീണ്ടുവാൻ നവവധുവായി വരില്ലേ. കന്യക കുടികൊള്ളും കടമ്പിൽ പൊഞ്ചോലയിൽ നോമ്പ് നോറ്റില്ലേ. ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളിയും ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളിയും. താഴ്വരമണിത്തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞു നീ മാലാകയായി കളകള സംഗീതം പൊഴിച്ചു നീ പാട്ടുകാരി ചെയ്തോര കാഴ്ചയായി ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം. താഴ്വരമണിത്തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞു നീ മാലാകയായി കളകള സംഗീതം പൊഴിച്ചു നീ പാട്ടുകാരി ചെയ്തോര കാഴ്ചയായി. കൃഷ്ണ, ഗുരുവായൂരപ്പ, ശിവഭഗവാനെ, ദേവി രക്ഷിക്കണേ. എൻ്റെ മകൻ ടിൻറ്റുമോൻ എത്രയും പെട്ടെന്നൊരു കോടീശ്വരനാകണമേ.
അച്ഛൻ എന്താ ഈ കാര്യമായിട്ട് നോക്കുന്നേ? എന്റെ സഹോദരി ഇന്ന് കാര്യമായ പ്രാർത്ഥനയിലാണല്ലോ. ആ, അമ്മ ഇന്ന് ടിൻറ്റുമോന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവും. ഇന്നാണല്ലോ ടിവിയിലെ റിയാലിറ്റി ഷോന്റെ ഫൈനൽ. ആ, ഞാനതങ്ങോട്ട് മറന്നു. ടി വിയിലെ വായിൽ തോന്നിയത് കോതയ്ക്കപ്പാട്ട് എന്ന പരിപാടിയിലെ ഫൈനൽ ഇന്നാണല്ലോ. അതിൽ ജയിക്കുന്ന ആൾക്ക് 5 കോടിയുടെ ഫ്ലാറ്റും ഒരു അടിപൊളി കാറും സമ്മാനമായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നത് ടിൻറ്റുമോൻ എന്നെ കിട്ടുന്ന. ഫൈനലിൽ ടിൻറ്റുമോനോടൊപ്പം എത്തിയത് ഏതോ ഒരു ഡുണ്ടുമോളാ. അവളെത്ര പോരാ, മറിച്ച് ടിൻറ്റുമോൻ നല്ല ഫോമിലാ. ആ മോളെ, എന്തൊക്കെയുണ്ട് അമ്മായി? ആ നിന്റെ ആങ്ങള നമ്മളെ കൂരയിലേക്കൊക്കെ വന്നിട്ട് കുറെ നാളായല്ലോ. അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. നിന്റെ ടിൻറ്റുമോ പങ്കെടുക്കുന്ന വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള റിയാലിറ്റി ഷോ ഇല്ലേ, ഇന്നാ അതിന്റെ ഫൈനല്. അവന്റെ വിജയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഓ പിന്നെ അതുറപ്പല്ലേ. എന്റെ അമ്മായി, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 5 കോടിയും കാറും ടിൻറ്റുമോൻ എന്നെ കിട്ടും, ഞാൻ ഗ്യാരണ്ടി. ആണോ? താങ്ക് യു മോളെ. എന്റെ ഉണ്ണിയാർച്ചേ, ടിൻറ്റുമോന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു വരട്ടെ. ഇവരുടെ കല്യാണ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളെല്ലാം എടുക്കാനുണ്ട്. അതിനെന്താങ്ങളെ, ഞങ്ങള് റെഡി. എന്നാ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട്. ഓ ആയിക്കോട്ടെ. എന്റെ ഭഗവാനെ, എന്റെ സഹോദരൻ ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാ. ആ, മനുഷ്യന്മാരുടെ സ്വഭാവം മാറാൻ ഇത്രയൊക്കെ സമയം മതി. ഹലോ ഡുണ്ടുമോളെ. ഹായ് എച്ചി സാറ്, ഞങ്ങളുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? പിന്നെ ഞാൻ സ്ഥിരമായി കാണാറുള്ളതല്ലേ. ഡുണ്ടുമോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. മോളെ കാണാൻ ഒരു സിനിമാ നടിയെ പോലെ ഉണ്ട്. ഓ താങ്ക് യു സർ. ആ, ഇന്ന് ഞാനാണ് ഗസ്റ്റ്. സാറേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അത് ഉറപ്പല്ലേ. സുന്ദരിയായ പെൺകുട്ടികളെ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. താങ്ക് യു സർ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആ മൊബൈൽ നമ്പർ വാങ്ങിക്കാൻ മറന്നു പോയല്ലോ. ആ, പോകുന്നതിന് മുമ്പ് ഒപ്പിക്കാം. താനെന്താടാ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? ഇന്നലെടോ നമ്മുടെ ആ റിയാലിറ്റി ഷോന്റെ ഫൈനൽ. ആ അതെ, അതിൽ ജയിച്ച ആൾക്ക് 5 കോടിയുടെ ഫ്ലാറ്റും ഓടി കാറും കൊടുക്കണ്ടേ? അതിനുള്ള പൈസയൊക്കെ നമുക്ക് ചാനലുകാരെ നേരത്തെ തന്നതല്ലേ. അത് ശരിയാണ്. പിന്നെന്താ, അതവർക്ക് കൊടുക്കാതിരുന്നാൽ ആ പണം നമ്മുടെ കയ്യിൽ വരില്ലേ? അതൊരു ഉഗ്രൻ ഐഡിയ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഇന്നലെ ആ ഫൈനലിലെത്തിയ ടിൻറ്റുമോനെയും ഡുണ്ടുമോളെയും പ്രത്യേകം കണ്ടിരുന്നു. ഫൈനലിൽ സാങ്കേതികമായി വിന്നറാക്കി. ഫ്ലാറ്റ് തരില്ല എന്ന് പറഞ്ഞപ്പം 2 പേരും സമ്മതിക്കുന്നില്ല. പണം നേരത്തെ ചാനലുകാർ തന്നതല്ലേ. ഫൈനൽ കഴിഞ്ഞ് ഉടനെ നമുക്കങ്ങ് മുങ്ങിയാലോ? ഇവരെന്ത് ചെയ്യാനാ? നീ ഓക്കെ പറഞ്ഞ ഇപ്പൊ തന്നെ നമുക്ക് ദുബായിക്കുള്ള ടിക്കറ്റ് എടുക്കട്ടെ. അതൊരു ഉഗ്രൻ ഐഡിയ ആണ്. പക്ഷേ ഒരു സീസണ് കൂടി പ്രോഗ്രാം ചെയ്യാൻ ആ ചാനലുകാർ തന്നിട്ടില്ലേ? അതൊരു പ്രശ്നമാവൂലേ? അത് പ്രശ്നമാക്കണ്ട. ഒരു സീസൺ മൊത്തം ഏറ്റെടുത്താൽ 3 കോടിയല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ മുങ്ങിയ മൊത്തം കിട്ടിയില്ലേ? അതേതായാലും അടുത്ത സീസന്റെ അവസാനം ചെയ്യാം. നവീൻ ഭായ്, ദാ ആങ്കർ വരുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ. പറമോളെ, എന്തൊക്കെയുണ്ട്? ഈ സീസണിൽ എനിക്ക് അഡ്വാൻസ് മാത്രമേ കിട്ടിയുള്ളൂ. ഇന്ന് ഫൈനലല്ലേ, ബാക്കി പേയ്മെന്റ് ഇന്ന് തന്നെ കിട്ടണം. ഒരൊറ്റ ആഴ്ച നീ ഞങ്ങൾക്ക് തരണം. മൊത്തമായി ഞങ്ങൾ അങ്ങോട്ട് തന്നു തീർക്കാം. നോ സർ, ഇന്ന് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഡേ ഞാൻ വീട്ടിലേക്ക് പോവാ. അതൊന്നും പ്രശ്നമാക്കണ്ട. ചെക്ക് ഞങ്ങൾ വീട്ടിലേക്ക് അയച്ചു തരാം. നോ സോറി സർ, എനിക്ക് ചെക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ ഫൈനൽ പ്രോഗ്രാമിന്റെ സ്റ്റേജിൽ കയറൂ. ഇത്രയും മാന്യന്മാരായ ഞങ്ങളെ കൂട്ടിക്ക് ഒട്ടും വിശ്വാസമില്ല അല്ലേ? ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല സർ, ഇതെന്റെ പ്രൊഫഷനാണ്. പ്രതിഫലത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എനിക്ക് ഇപ്പൊ ഇവിടെ ചെക്ക് കിട്ടണം. നവീനെ, നീ ആ ചെക്ക് ഔട്ട് കൊടുക്കും. ശരി, നീ ഓഫീസിലേ വാ. ഓരോന്ന് രാവിലെ തന്നെ കെട്ടിയെടുക്കും. ഇന്ന് ഫൈനൽ ദിവസമായി പോയി. ഇല്ലേ എന്റെയൊക്കെ സ്വഭാവം അവൾ അറിയായിരുന്നു. പോട്ടടാ, ഈ വിളിയൊക്കെ നമുക്ക് പിന്നെ കൈകാര്യം ചെയ്യാം. ഇതൊക്കെ എവിടെ വരെ പോകും? രാജേഷ്, നീക്ക് നേരത്തെ കട അടച്ചോ? പിന്നല്ലാണ്ടേ, എനിക്കും കാണണ്ട ഫൈനല്. ഇന്നേ ടിൻറ്റുമോന്റെ പരിപാടിയാ, സമയാവാനായി. എന്തായാലും ഡുണ്ടുമോളെ കാണാൻ എന്താ ഫിഗർ. നിങ്ങള് ഫിഗർ നോക്കി ഇന്നോളി. ബുദ്ധി വേണം, ബുദ്ധി. ഓളോരോ തമിഴ് പാട്ട് അങ്ങോട്ടും മറിച്ച് ഇങ്ങോട്ടും മറിച്ച് പാടും. ഓക്കൊക്കെ ഫൈനലിലെത്താൻ വല്ല യോഗ്യതയുണ്ടോ?
ഫ്ലാറ്റും കാറും ടിന്റുമോൻ തന്നെ കൊണ്ടുപോകും. ടിന്റുമോനൊക്കെ പാരഡി ഗാനങ്ങൾ കൃത്യമായിട്ട് പാടും. എന്തായാലും നമുക്ക് നാളെ കാണാം. കാണാം. ഹലോ അച്ഛാ, ഞാനാ ഡുണ്ടുമോള്. ആ മോളെ, നിന്നെ 2 ദിവസത്തേക്ക് കാണാനല്ലോ, നീ എവിടെ പോയി? അയ്യോ അച്ഛാ, 2 ദിവസമല്ല 4 മാസമായി ഞാൻ അവിടെ ഇല്ല. അത്രക്കായോ? ഞാനിവിടെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാം. ആണോ? ഞാനത് മറന്നുപോയി. ഇപ്പൊ നീ എവിടെ മോളെ? ഓ അച്ഛാ, ഇന്നാണ് പാരഡി റിയാലിറ്റി ഷോന്റെ ഫൈനൽ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ജയിക്കാൻ പ്രാർത്ഥിക്കണേ. ഓ, പ്രാർത്ഥിക്കാം. ജയിച്ചാൽ നീ എനിക്ക് 500 റുപ്യ തരണേ. ഓ എന്റെ അച്ഛാ, ജയിച്ച 500 അല്ല 5 ലക്ഷം തരൂ. മതിയോ? ആ അമ്പടി കള്ളി, അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? നീ രാത്രി ഉണ്ടാവല്ലേ അല്ലേ? അയ്യോ അച്ഛാ, ഞാൻ വരാൻ 2 ദിവസമാകും. നീ വന്നില്ലെങ്കിലും വേണ്ടില്ല, ആരിലെങ്കിലും 500 രൂപ കൊടുത്തു. ശരി. ഓ, ഇങ്ങനെ ഒരു അച്ഛൻ. ഇന്നത്തെ റിയാലിറ്റി ഷോ നമ്മുടെ ടിന്റുമോൻ തന്നെ ജയിക്കൂ. നമ്മുടെ ടിന്റുമോൻ ഒരു ഉഗ്ര സ്വീകരണം കൊടുക്കണം. അത് ഉറപ്പല്ലേ? അവള് ഫുള്ള് തമിഴ് പാട്ടാ പാടുന്നത്. മലയാളം പാരഡി ഗാന മത്സരത്തിന് ആരെങ്കിലും തമിഴ് പാട്ട് പാടും? അവളുടെ കൂടെയാണ് തമിഴ് പാട്ട് പാടിയില്ല. എന്ത് കഥ? ആദ്യം ഔട്ടാക്കണ്ടേ? മാത്രമല്ല, ടിന്റുമോൻ ജയിച്ചാല് നമുക്ക് ഇവിടെ മിനി സ്റ്റേഡിയം, ലൈബ്രറി, ബസ് വെയിറ്റിംഗ് ഷെഡ്, ഇതൊക്കെ പണിയാനുള്ള കാശ് തരാന്ന് പറഞ്ഞു. ടിന്റുമോന്റെ വിജയത്തിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. തീർച്ചയായും. മാ വെച്ചിട്ട് ഇപ്പോ മായാവി എന്താ ടിന്റുമോനെ, കാര്യമായ പ്രാക്ടീസിലാണല്ലോ. 5 കോടിയുടെ ഫ്ലാറ്റും ഓടി കാറും ഒക്കെ കിട്ടിയാൽ എന്നെ മറക്കരുതേ. നിന്നേന്നല്ല, ഞാൻ ആരെയും മറക്കില്ല. ടിന്റുമോനെ, ഇനി ഒരു കല്യാണമൊക്കെ വേണ്ടേ? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കാവുന്നതേ ഉള്ളൂ. ടിന്റുമോൻ നായരല്ലേ? അതെ, ഞാനും നായരാട്ടോ. എന്താണ് ചേച്ചി, ടിന്റുമോനുമായൊരു ചുറ്റിക്കളി? മണി തരി ലാവണ്യ പൂശയിൽ ചമഞ്ഞു വിമലാകയായി